പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ പൊന്നുകരത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തക്കവണ്ണം വചനം ഞങ്ങളുടെ ഉള്ളിൽ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശ്രദ്ധയോടെ ജീവിപ്പാൻ ഈ വചനത്തിൻ്റെ പൊരുളുകൾ ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ഗോഡ്. ജെനസിസ് ചാപ്റ്റർ 9 നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ തുടർമാനമായ ഭാഗം ചിന്തിക്കുകയാണ്. കൂടി വന്ന ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ അധ്യായത്തെ നമുക്ക് ദ ന്യൂ വേൾഡ് ആൻഡ് ദ ന്യൂ കവനൻറ്റ് എന്നുള്ള ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിലാണ് നമ്മളത് പഠിക്കുന്നത്. വലിയ ഒരു ജഡ്ജ്മെൻറ്റിന് ശേഷം നടക്കുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം ഇൻസ്ട്രക്ഷൻസ് ടു നോഹയ്ക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അടുത്ത ഭാഗം ഗോഡ്സ് പ്രോമിസ് ഇൻ റെയിൻബോ, ദൈവത്തിൻ്റെ വാക്തത്വവും ദൈവം കൊടുക്കുന്ന ആ നിയമത്തിൻ്റെ ആ ഉടമ്പടിയുടെ അടയാളമായ മേഘവും ആ ഭാഗമാണ് 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അതാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 11-ാമത്തെ വാക്യത്തിൽ, 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, ജെനസിസ് ചാപ്റ്റർ 9 വേഴ്സ് 11, അവിടെ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയുന്നു: ഇനി സകല ജഡവും ജലപ്രളയത്താൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിക്കുവാൻ ഇനി ജലപ്രളയം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ആക്ച്വലി ആദ്യം ഈ നിയമം ദൈവം ചെയ്യുന്നത്, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവം ഭൂമിയോട് ചെയ്യുന്ന ഒരു നിയമം, പിന്നെ ഭൂചര ജന്തുക്കളോട് ചെയ്യുന്ന ഒരു നിയമം, ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടും ചെയ്യുന്ന ഒരു നിയമം. നാം ദൈവവചനം ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 7 കവനൻസ് ഉണ്ട്. പ്രധാനമായിട്ട് 7 ഉടമ്പടികളുണ്ട്. അതിലെ 2-ാമത്തെ ഉടമ്പടിയാണ് ഈ നോഹയോട് ചെയ്യുന്ന ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ആദ്യത്തെ ഉടമ്പടി ആദമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. ആദമിനോട് ദൈവം ചെയ്യുന്ന ആ ഒരു ഉടമ്പടി, അതായത് ആദമിനോടുണ്ടായിരുന്ന ആഡമിക് കവനൻ്റ് എന്ന് പറയുന്നത് ദ കവനൻ്റ് ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ ഒരു ഉടമ്പടിയായിരുന്നു. ദൈവം ഇറങ്ങി വന്ന് ദൈവം മനുഷ്യനോടുകൂടെ നടക്കുന്ന, കൂട്ടായ്മയെ ആചരിക്കുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു. എന്നാൽ ആ കൂട്ടായ്മ ദൈവത്തിന് തുടരാൻ കഴിയാതെ വണ്ണം സംഭവിച്ച ഒരു വീഴ്ച, ആ വീഴ്ചയുടെ അനന്തരഫലങ്ങളാണ് പിന്നീട് സംഭവിക്കുന്നത്. എന്നാൽ വീണ്ടും ഇവിടെ ദൈവം നോഹയോട് ഒരു നോഹയിക് കവനൻറ്റ്, നോഹയോട് ചെയ്യുന്ന മറ്റൊരു ഉടമ്പടി. നോഹയോട് ചെയ്യുന്ന ആ ഉടമ്പടി എന്താണ്? ഇനി നശിപ്പിക്കില്ല എന്ന് പറയുന്ന ഒരു ഉടമ്പടി. ഇനി ഞാൻ നശിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ പ്രളയം കൊണ്ട് ഇനി ഞാൻ നശിപ്പിക്കില്ല എന്ന് പറയുന്ന ഒരു ഉടമ്പടി.
നാളിതുവരെ നോക്കിയാൽ ദൈവം ആ ഉടമ്പടിയിൽ നിൽക്കുകയാണ്. ആ ഉടമ്പടി ദൈവം ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഭൂമിയെ മുഴുവനായിട്ടും ഞാൻ ഇനി പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്ന് പറയും. പലയിടത്തും പ്രളയം വന്നിട്ടുണ്ട്, പലയിടത്തും ഈ വെള്ളപ്പൊക്കം കൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എങ്കിലും നോഹയുടെ കാലത്തുണ്ടായതുപോലെയുള്ള ഒരു പ്രളയം, ലോകത്തെ മുഴുവനും മൂടിക്കളയുന്ന ഒരു പ്രളയം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റ് 5 ഉടമ്പടികളൂടെയുണ്ട്. നമ്മൾ ഇങ്ങനെ ഈ ബൈബിളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ഉടമ്പടികൾ നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും അതൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നില്ലേ. 7 ഉടമ്പടികൾ പറഞ്ഞതല്ലേ. 3-ാമത്തേത് അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ്. അബ്രഹാമിനോട് ചെയ്യുന്ന ഉടമ്പടിയാണ് ഇൻ റിലേഷൻ ടു ദ പ്രോമിസ് ലാൻഡ്. വാഗ്ദത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട്, അവൻ്റെ അതിരുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. 4-ാമത്തേത് മോശയുമായി ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ്. മരുഭൂമിയിലെ ദൈവസഭയോട് ബന്ധപ്പെട്ട് മോശയുമായി അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന കനാനിലേക്കുള്ള മടങ്ങിപ്പോക്കിന് ഉള്ള ഒരു ഉടമ്പടിയാണ്. 5-ാമത്തേത് ലെവൈറ്റിക് കവനൻ്റാണ്. ലേവ്യരുമായി ചെയ്യുന്ന ഒരു ഉടമ്പടി. അത് പൗരോഹിത്യം സംബന്ധിച്ചുള്ള ഒരു ഉടമ്പടിയാണ്. പൗരോഹിത്യ സംബന്ധമായിട്ടുള്ള ഒരു ഉടമ്പടി. 6-ാമത്തേത് ഡേവിഡിക് കവനൻറ്റ്, ദാവീദുമായി ചെയ്യുന്ന ഒരു ഉടമ്പടി. ദാവീദുമായി ചെയ്യുന്ന ആ ഒരു ലവണ നിയമം ഉടമ്പടി. അത് ലേവ്യരുമായി ചെയ്യുന്നത് പൗരോഹിത്യം സംബന്ധിച്ചാണെങ്കിൽ ദാവീദുമായി ചെയ്യുന്നത് രാജകീയത്വം സംബന്ധിച്ചിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. 7-ാമത്തെ ഉടമ്പടിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്, മെസ്സിയാനിക് കവനൻറ്റ്. മശിഹയുമായിട്ടുള്ള ആ ഒരു ഉടമ്പടിയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്കറിയാം. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ നോഹയോട് ദൈവം പറയുകയാണ്, 14-ാമത്തെ വാക്യം, ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. ഞാൻ മേഘത്തിൽ വില്ല് കാണും, ഞാൻ മേഘത്തിൽ വില്ല് വയ്ക്കുന്നു, ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഇനി ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ, ആദമും നോഹയും ഇവരാണല്ലോ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട 2 വ്യക്തികളായിട്ട് നിൽക്കുന്നത്. ആദ്യത്തെ ഉടമ്പടിയുടെ വ്യക്തി ആദമായിരുന്നു, ഇപ്പോൾ 2-ാമത്തെ ഉടമ്പടിയുടെ വ്യക്തി നോഹയാണ്. എന്നാൽ ഇവരെ 2 പേരെയും ശ്രദ്ധിച്ച് നോക്കിക്കേ, 2 പേർക്കും കോമൺ ആയിട്ട് ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, they both were blessed by God. 2 പേരെയും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെയല്ലേ ജെനസിസ് ചാപ്റ്റർ 1:28 നമ്മൾ വായിക്കുമ്പോഴും 9:1 വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, they both were blessed by God. 2 പേരെയും ദൈവം അനുഗ്രഹിച്ച വ്യക്തികളാണ്. എന്തായിരുന്നു അനുഗ്രഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം? ടു ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണം എന്നുള്ളതായിരുന്നു അനുഗ്രഹം. 2 പേരോടും പറഞ്ഞ അനുഗ്രഹത്തിൻ്റെ ക്രീം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ടു ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. ഇനി 2 പേരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ 2 പേരും ഭൂമിയിൽ അധ്വാനിക്കണം. അത് ആദമിനോട് അവനോട് ശാപമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ നോഹയുടെ ഒരവസ്ഥ ആലോചിച്ച് നോക്കിക്കേ, ഭൂമിയിലുള്ള സകല
സകലതും നശിച്ചു പോയില്ലേ? ഈ പ്രളയം കഴിഞ്ഞിറങ്ങിയ ഭൂമി എങ്ങനെ ഇരുന്ന് കാണും? വെറും മൊട്ടക്കുന്നുകൾ പോലെ ഇരിക്കത്തില്ലേ? ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഇനി സകലതും നമ്മൾ ഈ പറയുന്ന ഫ്രം ദ സ്ക്രാച്ച് എന്ന് പറയുന്നത് പോലെ ഒന്നേന്ന് തുടങ്ങണം മൊത്തം. എൻ്റെ ഒരു ചിന്ത, ഭൂമിയിൽ പച്ച സസ്യങ്ങളൊക്കെ പതുക്കെ കിളിർത്ത് ഒക്കെ വരുന്നേ ഉള്ളൂ. വൃക്ഷങ്ങളൊക്കെ ഇങ്ങനെ കിളിർത്ത് വന്ന് ഇനി അത് പൂത്ത് ഫലം കായ്ച്ച്, അതുകൊണ്ടായിരുന്നിരിക്കണം മൃഗങ്ങളെ ഭക്ഷിക്കാനായിട്ടുള്ള ഒരനുവാദം ദൈവം നോഹയ്ക്ക് കൊടുത്തത്. അല്ലെങ്കിൽ എന്ത് ഭക്ഷിച്ച് ജീവിക്കും? പച്ച സസ്യങ്ങൾ ഒക്കെ വരുന്നതേ ഉള്ളൂ. കാരണം ഈ ഒരു വർഷക്കാലമായി ഈ വെള്ളത്തിനടിയിൽ ഈ ഭൂമി കിടന്ന് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലായിട്ട്. സ്തോത്രം. അവിടെ വീണ്ടും നമുക്ക് കോമണായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യം, കോടിക്കണക്കിന് വർഷങ്ങൾ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന ഈ ഭൂമിക്കകത്ത് നിന്ന് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉളവായി വന്നു. അന്ന് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് കരുതുകയാണ്. ഈ വിത്തെല്ലാം ഇത്രയും കോടിക്കണക്കിന് വർഷങ്ങൾ ഈ ഭൂമിയുടെ അടിയിൽ കിടന്നിട്ടും ചീത്തയായിപ്പോയില്ല. കാരണം പരിശുദ്ധാത്മാവ് അതിൻ്റെ മീതെ ബ്രൂഡ് ഓവർ ചെയ്തിരുന്നു. സ്തോത്രം. ഇന്നൊരു പക്ഷേ ഇപ്പോൾ ഈ ഒരു വർഷക്കാലവും ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇതെല്ലാം കിടന്നിട്ടും വീണ്ടും ദൈവം ഉളവാകട്ടെ എന്ന് പറഞ്ഞ് ഉളവാക്കേണ്ടി വന്നില്ല. അതെല്ലാം തനിയെ ഉളവായി വരികയായിരുന്നു. കാരണം ആ വിത്തൊന്നും നശിച്ചു പോയിട്ടില്ല. ആദമിൻ്റെ കാലത്ത് പരിശുദ്ധാത്മാവാണ് ആ വെള്ളത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന ഭൂമിയെ സംരക്ഷിച്ചിരുന്നതെങ്കിൽ, എൻ്റെ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. നോഹയുടെ കാലത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ വെള്ളത്തിനടിയിൽ കിടന്ന ഭൂമിയെ സംരക്ഷിച്ചത് എന്താണെന്നറിയാമോ? പെട്ടകമാകുന്ന സഭ. ഹല്ലേലൂയ. ആ സഭയുടെ സാന്നിധ്യം, പെട്ടകത്തിൻ്റെ സാന്നിധ്യം, അതാണ് ഈ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ഭൂമിയെ പാഴാക്കി കളയാതെ, വീണ്ടും ശൂന്യമാക്കി കളയാതെ അതിനെ സംരക്ഷിച്ചത് ഈ പെട്ടകത്തിൻ്റെ സാന്നിധ്യമായിരുന്നു. പെട്ടകത്തിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യമായിരുന്നു. പെട്ടകത്തിനകത്ത് നോഹയും ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന, ആ പ്രാർത്ഥനയുടെ നടുവിലുണ്ടാകുന്ന ദൈവ സാന്നിധ്യമായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നിന്ന് നമുക്കൊരു ദൂതില്ലേ? എന്താണ്? സ്തോത്രം. ഇന്നും ദൈവസഭയാകുന്ന പെട്ടകത്തിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. എന്ത്? ഇന്നും ഈ ഭൂമി വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂമി ന്യായവിധിക്കായി 100% ഒരുങ്ങിയിരിക്കുന്ന ഭൂമി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ വിധത്തിൽ എല്ലാം നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ, വെള്ളം കൊണ്ട് മൂടിയതുപോലെ പാപം കൊണ്ട് മൂടി പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഓർക്കുക, നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പെട്ടകമാകുന്ന ദൈവസഭയ്ക്ക് ഈ ഭൂമിയെ സസ്റ്റെയിൻ ചെയ്യുവാനുള്ള, ആ ഭൂമിയെ സംരക്ഷിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നിരന്തരം ഈ പെട്ടകത്തിനകത്ത് നിന്ന് ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കണം, പ്രാർത്ഥന ഉയരണം. പെട്ടകം ഇങ്ങനെ ഒഴുകി നടന്നതുപോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഭൂമിയിലുള്ള സകലതിൻ്റെ മേലും എൻ്റെയും നിങ്ങളുടെയും കണ്ണൂടാടി ചെന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ പൊതിഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കണം. അതിനകത്ത് നിന്ന് നമുക്ക് സന്തോഷം തരുന്ന മറ്റൊരു ദൂതും കൂടിയുണ്ട്. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, നമ്മുടെ സമൂഹം ഒക്കെ ഇതുപോലെ ന്യായവിധിക്കകത്ത് അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് ഹല്ലേലൂയ അമർന്ന് തീരുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുമ്പോഴും, അയ്യോ ഈ വെള്ളം വറ്റിയാൽ പോലും, ഈ വിഷയങ്ങൾക്കകത്ത് നിന്ന് എൻ്റെ സന്തതി പുറത്ത് വന്നാൽ പോലും ഹല്ലേലൂയ അത് പാഴായി പോകുമോ? അത് ആ സ്വഭാവം ഇനി നന്നാകുമോ? ആ ജീവിതം ഇനി നന്നാകുമോ
എന്നുള്ള ഹല്ലേലൂയ സ്തോത്രം ഒരവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു ജീവിതത്തെ നോക്കിയാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ചില വിഷയങ്ങൾ വന്ന് മൂടിയിട്ട് ഹല്ലേലൂയ ആ ബന്ധത്തിൽ നിന്ന് ഇനി പുറത്തു വന്നാലും ഹല്ലേലൂയ കാര്യങ്ങൾ ശരിയായി പോകുമോ? ആ കോളേജിൽ നിന്ന് ഇനി പുറത്തു കൊണ്ടുവന്നാലും ഹല്ലേലൂയ സ്തോത്രവിൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ കഴിയുമോ? ആ സാഹചര്യത്തിൽ നിന്ന് അവരെ ഒന്ന് പറിച്ചു മാറ്റി നട്ടാലും ഹല്ലേലൂയ ഇത് ഇത്രയും കാലം ഇതിനകത്ത് മുങ്ങിപ്പോയില്ലേ? ഹല്ലേലൂയ ആ ഡ്രഗിൻ്റെ അഡിക്ഷൻ, ആ ആൽക്കഹോളിസത്തിൻ്റെ അഡിക്ഷൻ, ആ വിധത്തിലുള്ള ആ അഡിക്ഷൻ്റെ ഒക്കെ അകത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനകത്ത് മുങ്ങിപ്പോയില്ലേ? ഇനി പുറത്തു വന്നാലും ആ ശരീരം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും? ആ രോഗത്തിൻ്റെ അടിയിലായി പോയില്ലേ? ഇത്രയും ട്രീറ്റ്മെൻറ്റുകളെല്ലാം എടുത്തില്ലേ? ഹല്ലേലൂയ സ്തോത്രം. ഇനി ആയുഷ്കാലം മുഴുവൻ അതിൻ്റെ സൈഡ് എഫക്ട്സുമായിട്ട് ജീവിക്കേണ്ടി വരുമോ? അതിനകത്തങ്ങ് മുങ്ങിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഹല്ലേലൂയ സ്തോത്രം ഞാനും നിങ്ങളും ഹല്ലേലൂയ ഭാരപ്പെട്ട് ചില വിഷയത്തെ നോക്കുന്നതെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് പറയാനുള്ള ഒരു കാര്യം, രണ്ടാമത് വന്ന് ഒരിക്കൽ പോലും ദൈവത്തിന് ആദമിൻ്റെ കാലത്തെ പോലെ ഉളവാകട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും ഇതിനെ ഒന്നും ഉളവാക്കി എടുക്കേണ്ടി വന്നില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അത് തനിയെ ഉളവായി വന്നു. അതായത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം ചുമക്കുന്ന, ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഹല്ലേലൂയ ദൈവത്തിൻ്റെ പെട്ടകമാകുന്ന ഹല്ലേലൂയ ക്രിസ്തുവിനെ ചുമക്കുന്ന ഞാനും നിങ്ങളും ആ വിഷയത്തെ മൂടിപ്പൊതിഞ്ഞ് ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം അത് നശിച്ചു പോകില്ല, അത് ചീത്തയായി പോകില്ല, അതിൻ്റെ മേൽ വീണ്ടും വീണ്ടും ഒരു ദൈവപ്രവൃത്തിയുടെ ആവശ്യം വരില്ല. ഹല്ലേലൂയ അത് ഉളവായി വരും, അത് നമുക്ക് പ്രയോജനമായി വരും. നമുക്കറിയാം ഹല്ലേലൂയ സ്തോത്രം ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് നോഹ ഒരു മുന്തിരി നട്ട് ഒരു തോട്ടമുണ്ടാക്കുകയാണ്. അതിനകത്ത് നിന്ന് വീഞ്ഞെടുത്ത് കുടിക്കത്തക്കവണ്ണം അത്ര ഫലഭൂഷ്ടമായി മാറിയ ഒരു ഭൂമിയെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ എൻ്റെയും നിങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിൽ ഇപ്പോൾ വെള്ളം മൂടിയതുപോലെ മൂടിക്കിടക്കുന്ന ഈ വിഷയങ്ങൾ നശിച്ചു പോകില്ല, നഷ്ടമായി പോകില്ല. ഹല്ലേലൂയ ചില ഡിലേസ് വന്നു കാണും, ചില ഹല്ലേലൂയ സ്തോത്രം ചില കാര്യങ്ങൾ സമയത്ത് നടന്നില്ല എന്ന് നമുക്ക് തോന്നിക്കാണും. എങ്കിലും സാരമില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ദൈവം നമ്മെ നിശ്ചയമായിട്ടും കൈവിടില്ല, ഉപേക്ഷിക്കില്ല എന്ന് ഓർക്കുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഈ ഭൂമിയെ മേൽ അധ്വാനിക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം രണ്ടു പേർക്കും ദൈവം കൊടുത്തിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഇവരുടെ രണ്ടുപേരുടെയും വീഴ്ച നടന്നത് ഒരു തോട്ടത്തിലാണ്. അബ്രഹാമിൻ്റെ വീഴ്ച സംഭവിച്ചത് ഏദൻ തോട്ടത്തിലാണെങ്കിൽ നോഹയുടെ വീഴ്ച സംഭവിച്ചത് അവനുണ്ടാക്കിയ മുന്തിരിത്തോട്ടവുമായി ബന്ധപ്പെട്ട. സ്തോത്രം. ഇനി ഈ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ ബോത്ത് വെയർ എക്സ്പോസ്ഡ് നേക്കഡ്. രണ്ടുപേരും നഗ്നരായി മാറി. മറ്റൊന്ന് ഇവരുടെ ആദമിൻ്റെ നേക്കഡ്നെസ് വാസ് കവേർഡ് ബൈ ഗോഡ്. ആദമിനുണ്ടായ ആ നഗ്നത ദൈവമാണ് കവർ ചെയ്തതെങ്കിൽ നോഹയുടെ നഗ്നത കവർ ചെയ്തത് സന്തതികളാണ്. തോട്ടത്തിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ നിമിത്തമാണ് രണ്ടുപേർക്കും വീഴ്ച വന്നത്. വൃക്ഷത്തിൻ്റെ ഫലമാണ് ഏദൻ തോട്ടത്തിൽ വീഴ്ച വരുത്തിയതെങ്കിൽ പാപമാണ് കേട്ടോ. പാപം ചെയ്തതാണ് വീഴ്ച വരുത്തിയെങ്കിലും അതിൻ്റെ ഒരു കാരണമായി തീർന്നത് അതാണ്. ഇവിടെ നോഹയുണ്ടാക്കിയ തോട്ടത്തിലെ വീഞ്ഞ്, മുന്തിരിയുടെ ഫലം, എ പ്രോഡക്റ്റ് ഓഫ് എ ഗാർഡൻ ഓഫ് ദ ഗാർഡൻ. സ്തോത്രം. ഇവർക്ക്
ആദമിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ആദം ജീവിച്ചിരുന്ന ധാരാളം മക്കളുണ്ടായി എങ്കിലും ആദമിനെക്കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ ഓർക്കുമ്പോൾ 3 മക്കളെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ? കായിൻ, ഹാബേൽ, ശേത്ത്. ഇവിടെയും നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാഫത്ത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ ആർക്ക് വേണമെങ്കിലും വീഴ്ച വരാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വായിക്കുന്നത് നോഹയെക്കുറിച്ച് പറയുന്നത് ഹി വാസ് എ റൈച്ചസ് പേഴ്സൺ, നീതിമാനായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. ദൈവം തന്നെ തലമുറയിൽ നീതിയുള്ളവനായി കണ്ട ഒരു വ്യക്തിയായിരുന്നു നോഹ. 2 Peter chapter 2 verse 5, 2 പത്രോസ് 2:5 വായിക്കുമ്പോൾ ഹി വാസ് എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ്, നീതി പ്രസംഗിയായ നോഹയായിരുന്നു, നീതിയെ പ്രസംഗിച്ച വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ജെനസിസ് ചാപ്റ്റർ 6 verse 22, 6:22 വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഹി ഡിഡ് എവറിത്തിങ് ജസ്റ്റ് ആസ് ഗോഡ് കമാൻഡഡ്. ദൈവം എന്തൊക്കെ കൽപ്പിച്ചോ അതെല്ലാം അതുപോലെ ചെയ്തെടുത്ത ഒരു മനുഷ്യനാണ് ഈ നോഹ എന്ന് പറയുന്നത്. എന്നിട്ടും അവൻ്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ചു. സോ ഇതിൽ നിന്ന് നമ്മളോടുള്ള ദൈവിക ദൂതെന്താണ്? നാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കാം, യേശുക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നവരായിരിക്കാം, ദൈവവചനത്തിൽ പറയുന്നതെല്ലാം വള്ളിപുള്ളി വിടാതെ അനുസരിക്കുന്നവരായിരിക്കാം. ഇതൊക്കെയാണ് എങ്കിൽ പോലും ഓർക്കേണ്ടുന്ന ഒരു കാര്യം, നമുക്ക് വീഴാനുള്ള സാധ്യതയുള്ള ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത്. സോ വി ഹാവ് ടു ബി വെരി 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 കെയർഫുൾ. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അത് നാം ഓർത്തിരിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഇനി ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് 13-14 വാക്യങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 9 verse 13 and 14 എന്താ വായിക്കുന്നത്? ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അമ്പും വില്ലും ഒരായുധമാണ് അല്ലേ? ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ വേട്ടയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. അവൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയോ അവനെ ഡിഫെൻഡ് ചെയ്യാനോ ഒഫൻഡ് ചെയ്യാനോ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് അമ്പും വില്ല്. ഇനി വില്ലങ്ങ് താഴെ വെച്ചിട്ട് അമ്പ് മാത്രം കയ്യിലുണ്ടെങ്കിൽ എന്തേലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇനി എത്ര അമ്പ് നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും വില്ലില്ലെങ്കിൽ അത് തൊടുത്തുവിടാൻ കഴിയില്ല. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുകയാണ്. സ്തോത്രം. അതായത് ഇനി ഭൂമിയെ ഞാൻ നശിപ്പിക്കില്ല എന്ന് ഉള്ളതിൻ്റെ ഒരടയാളം. അതായത് അത് കാണുമ്പോഴൊക്കെ ദൈവം വില്ലിവിടെ വെച്ചിട്ടുണ്ട്, ദൈവത്തിനൊരിക്കലും അമ്പ് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരടയാളം. സ്തോത്രം. ഈ ഭാഗം വായിച്ചപ്പോൾ ഹല്ലേലൂയ, ഞാനിതിനു മുമ്പ് ഇങ്ങനെ ചിന്തിച്ചിട്ടേയില്ല കേട്ടോ. ഇത് ഭൂമിയെ നശിപ്പിക്കില്ല എന്നുള്ളതിന് ഒരടയാളമായിട്ട് വില്ല് വയ്ക്കുകയാണ് എന്ന് ഈ വാക്യം വായിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ വില്ല് മേഘത്തെ വയ്ക്കും. അതായത് മനുഷ്യ, നിന്നോട് ഇനി ഞാൻ ഈ കാരണത്താൽ ഒരു യുദ്ധമില്ല, ഈ വില്ല് വെച്ച് ഇനി ഞാൻ നിന്നെ നശിപ്പിക്കാനായി ഒരുങ്ങുകയില്ല. അതായത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, വില്ല് ഇവിടെ തന്നെ ഉണ്ട്, അപ്പോൾ ദൈവം എന്നെ നശിപ്പിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഭൂമിയുടെ മേൽ വെച്ചിരിക്കുകയാണ്. ഇനി ഈ വില്ല് എപ്പോഴും നമ്മൾ ആ മേഘത്തിൽ ആ വില്ല് കാണുമ്പോൾ വില്ല് എങ്ങോട്ട് ഫേസ് ചെയ്താണ് നമ്മൾ കാണുന്നത്? ഭൂമിയോട് ഫേസ് ചെയ്താണോ കാണുന്നത്?
സ്വർഗത്തോട് ഫേസ് ചെയ്താണോ കാണുന്നത്? ആൻസർ പറയാൻ കുഴപ്പമില്ല. വില്ലെപ്പോഴും സ്വർഗത്തോട് അല്ലെങ്കിൽ ആകാശത്തോട് മുകളിലോട്ട് ഫേസ് ചെയ്താണ് നമ്മൾ വില്ലെപ്പോഴും കാണുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വില്ല് മേഘത്തിൽ വെച്ചപ്പോൾ ഇറ്റ് വാസ് ഫേസിങ് ടുവേർഡ്സ് ഹെവൻ. അത് സ്വർഗത്തോട് ഫേസ് ചെയ്താണ് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വില്ല് മേഘത്തിൽ വയ്ക്കുമ്പോൾ ത്രിയേക ദൈവം, യേശു ക്രിസ്തുവിൽ പെട്ടു നിൽക്കുന്ന ആ ത്രിയേക ദൈവം എവിടെയാണ്? സ്വർഗത്തിൽ വസിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ അമ്പ് തൊടുത്താൽ അത് മനുഷ്യ നിൻ്റെ മേലോട്ട് വരത്തില്ല. അത് ഏൽക്കാൻ ഇവിടെ പുത്രൻ തയ്യാറായി ഇരിപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നോഹയുമായിട്ടുള്ള ഉടമ്പടിയുടെ സമയത്ത് തന്നെ മശിഹൈക ഉടമ്പടിക്ക് വേണ്ടിയിട്ടുള്ള ഒരടയാളം കൂടെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഇനി ഈ മേഘത്തിൽ ഒരു വില്ല് വയ്ക്കും എന്ന് പറയുന്ന ആ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്കൊത്തിരി ആശ്വാസം തരുന്ന ഒരു ദൂത് അതിനകത്തുണ്ട്. എന്താണ്? ഈ ജലപ്രളയത്തിന് ശേഷം എപ്പം കാർമേഘം ഉരുണ്ട് കയറുന്നത് കണ്ടാലും മനുഷ്യന് എന്ത് തോന്നും? ദൈവമേ, ഇനി അടുത്ത മഴയാണോ? ദൈവം ഇങ്ങനെയൊക്കെ നോഹയോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മനുഷ്യൻ്റെ ഉള്ളിൽ ഭയം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് കാർമേഘം ഉരുണ്ട് കൂടുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമേ, ഇനി ഇത് അടുത്തൊരു ശിക്ഷയാണോ, അടുത്തൊരു പ്രശ്നമാണോ, അടുത്തൊരു വിഷയമാണോ എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവമേ അടുത്തൊരു പ്രളയം വരുമോ, അടുത്തൊരു മഴ വരുമോ, അങ്ങനത്തെ ഒരു കാര്യം, ഈ മേഘം പെയ്തിറങ്ങിയാൽ ഞാൻ വീണ്ടും മുങ്ങിപ്പോകുമോ എന്നുള്ള ഒരു ചിന്ത വരാൻ സാധ്യതയുള്ള ആ പ്രകൃതിയുടെ ആ വിഷയത്തിൻ്റെ മേളിൽ ദൈവം പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ ആ ഭയം വരുന്നു എന്ന് കണ്ടാലുടനെ വില്ലിനെ പ്രത്യക്ഷപ്പെടുത്തും. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഉള്ളിലെ ആ ഭയത്തെ മാറ്റിക്കളയുന്ന ആ വില്ല് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുള്ള നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം ഇന്നും ഇതുപോലെ വില്ല് വയ്ക്കാൻ മനസ്സുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ് എന്ന് ഓർക്കുക. ഹല്ലേലൂയ. നമുക്ക് പുതിയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ ഓർത്ത് നോക്കിക്കേ, പുതിയ നിയമത്തിൻ്റെ ആദ്യ താളുകളിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ലൂക്കോസിന് ശേഷം വായിക്കുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത മറിയ, അവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പേടി സ്വപ്നം എന്ന് പറയുന്നത് ആരാണ്? ജോസഫാണ്. കാരണം ജോസഫ് ഒരു ചെറുവിരൽ അനക്കിയാൽ, ഒരു ചെറിയ വിരൽ അനക്കിയാൽ, ഹല്ലേലൂയ, സ്തോത്രം, അവളുടെ ജീവിതം അവസാനിച്ചു. അവൾ മരണത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്, അല്ലേ? പക്ഷേ നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഇവൾ പെട്ടെന്ന് എഴുന്നേറ്റ് ലൂക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിലാണല്ലോ നമ്മൾ വായിക്കുന്നത്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ
വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിലെ യഹൂദ്യ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്ന് സെഖര്യാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. അപ്പോൾ ഇവൾ പെട്ടെന്ന് ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഓടിപ്പോകുന്ന ഒരു വ്യക്തി എലിസബത്താണ്. ആ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് അവൾ ഓടിച്ചെല്ലുകയാണ്. പക്ഷേ ഏകദേശം 3 മാസം അവൾ അവിടെ പാർത്തതിന് ശേഷം 56-ാമത്തെ വാക്യം, മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ഹല്ലേലൂയ, അവൾ എവിടേക്കായിരിക്കും മടങ്ങിപ്പോയത്? അവൾ മടങ്ങിപ്പോയത് ജോസഫിൻ്റെ അടുക്കിലേക്കാണ് മടങ്ങിപ്പോയത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, ജോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഓർത്തു നോക്കിക്കേ, അവളുടെ ജീവിതത്തിലെ ഒരു വലിയ മേഘമായിട്ട് നിന്ന ജോസഫിൻ്റെ മേൽ അവൾക്ക് കാണാൻ കഴിയുന്ന ഒരു വില്ല്, അതായത് ഒരാശ്വാസം, ഒരു സമാധാനം. ഇല്ല, ഇവൻ നിന്നെ നശിപ്പിച്ച് കളയുകയില്ല, ഇവൻ നിന്നെ ഇല്ലായ്മയാക്കി കളയുകയില്ല, നീ ഭയപ്പെടുന്ന ഈ കാര്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല, നിനക്ക് മരണം വരികയില്ല. ഹല്ലേലൂയ, നിന്നെ റിജക്റ്റ് ചെയ്യുകയല്ല, നിന്നെ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ജോസഫിനെ പ്രിപ്പയർ ചെയ്ത ഒരു ദൈവത്തെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ജോസഫിനൊരു സ്വപ്നം കൊടുത്ത് സ്വപ്നത്തിലൂടെ ജോസഫിനോട് സംസാരിച്ച് ഹല്ലേലൂയ അവൻ്റെ ഹൃദയത്തെ ഹല്ലേലൂയ മറിയെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കത്തക്കവണ്ണം ഒരുക്കിയെടുത്ത ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു വലിയ മേഘത്തിൻ്റെ മേലും ഹല്ലേലൂയ വില്ല് വെച്ച് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിതത്തിൽ അത് ഹല്ലേലൂയ പെയ്തിറങ്ങാതെ വണ്ണം, നമ്മളെ നശിപ്പിച്ച് കളയാതെ വണ്ണം, നമ്മളെ ഇല്ലായ്മ ചെയ്ത് കളയാതെ വണ്ണം ഹല്ലേലൂയ അതിനെ സംരക്ഷിക്കത്തക്കവണ്ണം ഹല്ലേലൂയ കഴിവുള്ള അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് പുതിയ നിയമത്തിൽ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതും അപ്പോഴും ഈ ദൂത് കേൾക്കുമ്പോഴും ഓർക്കുക, ഹല്ലേലൂയ, സ്തോത്രം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല മേഘങ്ങളുടെ മേലും ഒരു വില്ല് വയ്ക്കുന്ന ദൈവമാണ്, ഒരു വില്ല് വയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഹല്ലേലൂയ ആ ജീവിതത്തെ നോക്കി പറഞ്ഞേ, ആ ജീവിതത്തിൻ്റെ മേൽ ദൈവം ഒരു വില്ല് വയ്ക്കും. ഹല്ലേലൂയ, ആ വ്യക്തി എന്നെ റിജക്റ്റ് ചെയ്യുകയല്ല, ആ വ്യക്തി എന്നെ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് പെയ്തിറങ്ങും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ വിഷയത്തെ നോക്കിയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇല്ല, അതിൻ്റെ മേൽ ഹല്ലേലൂയ ഒരു വില്ല് ദൈവം വെച്ച് തരും. ഒരിക്കലും അതെൻ്റെ സന്തതിക്കെതിരെ പെയ്തിറങ്ങുകയില്ല, അതിനെ മുക്കിക്കളയുകയില്ല. നിങ്ങളുടെ ശുശ്രൂഷയുടെ മേൽ ഉരുണ്ടും കൂടി മുകളിൽ നിൽക്കുന്ന ആ കാർമേഘത്തെ നോക്കിയിട്ട് ഭയമാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അയ്യോ, ഇത് മുങ്ങിപ്പോകുമോ, ഇത് നശിച്ചു പോകുമോ, ഇത് ഇല്ലായ്മയായി പോകത്തക്ക വിധം ഇത് പെയ്തിറങ്ങുമോ, ഇത് ഹല്ലേലൂയ പൊട്ടിയിറങ്ങി വന്ന് മുക്കിക്കളയുമോ എന്ന് ഭാരപ്പെടുന്ന ആ വിഷയത്തെ നോക്കിയിട്ട് പറ, ആ മേഘത്തിൻ്റെ മേൽ എൻ്റെ ദൈവം ഒരു വില്ല് വയ്ക്കുന്നു. ഹല്ലേലൂയ, എന്നെ നശിപ്പിച്ച് കളയാതെ വണ്ണം, ഹല്ലേലൂയ ശുശ്രൂഷയെ നശിപ്പിച്ച് കളയാതെ വണ്ണം, എൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയാതെ വണ്ണം, എൻ്റെ തലമുറയുടെ ഭാവിയെ നശിപ്പിച്ച് കളയാതെ വണ്ണം, ആ വിദ്യാഭ്യാസത്തെ ഇല്ലായ്മ ചെയ്ത് കളയാതെ വണ്ണം എൻ്റെ ദൈവം, എൻ്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നന്മയ്ക്കായി ചില അടയാളങ്ങളെ ഹല്ലേലൂയ സ്വർഗം എനിക്ക് തരും, സ്വർഗം എനിക്ക് തരും. ഹല്ലേലൂയ, സ്വഭാവം നശിക്കത്തില്ല, ആ ജീവിതം നശിക്കത്തില്ല, ഹല്ലേലൂയ വിദ്യാഭ്യാസം നശിക്കത്തില്ല, ആ ശുശ്രൂഷ നശിക്കത്തില്ല, ആ പ്രാർത്ഥനാ ജീവിതം നശിക്കത്തില്ല, ഹല്ലേലൂയ അഭിഷേകം ഒഴുകി പോകത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അതിനെ
സംരക്ഷിക്കുക മാത്രമല്ല, അതിനെ ഡിഫൈൽ ചെയ്യാതെ മലിനപ്പെടുത്താതെ പോലും സൂക്ഷിക്കുന്നു. അവിടെ വായിക്കുന്നതും അങ്ങനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. എത്രമാത്രം വലിയൊരു സംരക്ഷണമാണ് അവിടെ കൊടുത്തത്, അവളെ മലിനപ്പെടുത്താതെ. ഹല്ലേലൂയ, സ്തോത്രം. അവളെ ഹല്ലേലൂയ യാതൊരു വിധത്തിലും ഹല്ലേലൂയ ഒരു ഭയങ്കര പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ, ജോസഫ് അവളെ ചേർത്ത് പിടിച്ചാൽ ഇനി എത്ര വലിയ കല്ലുകൊണ്ട് ആരെല്ലാം പുറത്തു നിന്നാലും ഹല്ലേലൂയ ഹല്ലേലൂയ അവളെ എറിയാൻ കഴിയത്തില്ല, അവളെ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല. നിയമം പുറത്ത് കാണുമായിരിക്കാം, നിയമം അനുവർത്തിക്കുവാൻ ആൾക്കാർ തയ്യാറായി പുറത്തുണ്ടായിരിക്കാം. ഹല്ലേലൂയ, പ്രമാണികൾ കാണാം, പ്രഭുക്കന്മാർ കാണാം, മറ്റ് പലരും ഉണ്ടായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ഒന്നോർക്കുക, ഇതിനൊന്നും നശിപ്പിച്ചു കളയുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഒരു വില്ല് നമ്മുടെ മേഘത്തിൽ വെച്ച് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ, അതുകൊണ്ട് നമുക്കത് ഓർക്കാം, ആശ്വസിക്കാം. വെള്ളം മുക്കി കളയുകയില്ല, വെള്ളത്തിൻ്റെ അടിയിലാണെങ്കിലും ഹല്ലേലൂയ, സ്തോത്രം, 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 ഒരിക്കലും അത് നശിച്ചു പോവുകയില്ല. ഹല്ലേലൂയ, ഈ പ്രത്യാശ കൊണ്ട് ഈ വചനം നമ്മളെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ വചനം കൊണ്ട് ദൈവം നമ്മളെ ആ വിധത്തിൽ അനുഗ്രഹിച്ച് നടത്തുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു.